ഒരു ദിവസം ആഘോഷമാക്കുവാൻ ചിരിച്ചും സന്തോഷിച്ചും വീട്ടിൽ നിന്നും ഇറങ്ങിയവർ. എന്നാൽ മണിക്കൂറുകൾക്കിപ്പുറം ആ കുടുംബം പാഞ്ഞുകയറിയത് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തിലേക്കായിരുന്നു. മലപ്പുറത്തുകാരനായ ലത്തീഫും ഭാര്യ റുക്സാനയും 5 മക്കളും കുട്ടികളെ നോക്കാനായി വന്ന മലപ്പുറത്തുകാരിയുമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് ദുബായിൽ പുലർച്ചെയുണ്ടായ വാഹനാപകടത്തിൽ മക്കളിൽ ഒരാളൊഴികെ 4 പേരും മലപ്പുറത്തുകാരിയും മരണപ്പെടുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ് ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയാണ് ലത്തീഫും റുക്സാനയും ഏക മകൾ ഇസയും. ഒടുവിൽ മക്കൾക്ക് വിട ചൊല്ലേണ്ട നിമിഷം മുന്നിൽ 4 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടപ്പോൾ നെഞ്ചു പൊട്ടിക്കരയുകയായിരുന്നു ആ മാതാപിതാക്കൾ. 4 പേരെയും അടുത്തടുത്ത ഖബറുകളിലുമാണ് സംസ്കരിച്ചത്. മക്കളുടെ കുഞ്ഞുമുഖം അബുദാബി ഷെയ്ഖ് ഷഖ്ബൂത്ത് മെഡിക്കൽ സിറ്റിയിൽ ചികിത്സയിൽ കഴിയുന്ന മാതാപിതാക്കളായ അബ്ദുൽ ലത്തീഫിനെയും റുക്സാനയെയും ഏക സഹോദരി ഇസയെയും അവസാനമായി കാണിച്ച ശേഷമാണ് ദുബായിലെത്തിച്ചത്. നെഞ്ചുപൊട്ടുന്ന ദൃശ്യങ്ങൾക്കായിരുന്നു അബുദാബി ഷെയ്ഖ് ഷഖ്ബൂത്ത് മെഡിക്കൽ സിറ്റി സാക്ഷ്യം വഹിച്ചത്. മക്കളുടെ കുഞ്ഞുമുഖങ്ങൾ അവസാനമായി കണ്ട് വിങ്ങിക്കരയുന്ന അബ്ദുൽ ലത്തീഫിന്റെയും ഇസയുടെയും കരയാൻ പോലുമാകാത്ത റുക്സാനയുടെയും കാഴ്ച ആശുപത്രിയെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തുകയായിരുന്നു. പരിക്കുകൾ അവഗണിച്ചും വീൽചെയറിൽ മക്കളെ അവസാനമായി യാത്രയാക്കുവാൻ അബ്ദുൽ ലത്തീഫ് ദുബായിലേക്ക് എത്തിയിരുന്നു. തുടർന്ന് ഇന്നലെ വൈകിട്ട് 4 മണിയോടെ ദുബായ് മുഹൈസിനയിലെ അൽ ഷുഹാദ പള്ളിയിൽ നടന്ന ജനാസ നമസ്കാരത്തിന് പിന്നാലെയായിരുന്നു ഇവരുടെ ഖബറടക്കം. ദുബായിൽ ബിസിനസ്സുകാരനാണ് ലത്തീഫ്. ലത്തീഫിനെ ബിസിനസ്സുകൾ സഹായിക്കുകയാണ് ഭാര്യ റുക്സാന. 5 മക്കളായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. 4 ആണും 1 പെണ്ണും. മക്കളെ നോക്കാനും വീട്ടുകാര്യങ്ങളിൽ റുക്സാനയെ സഹായിക്കാനുമാണ് മലപ്പുറത്തുകാരിയെ സഹായിയായി വീട്ടിലേക്ക് എത്തിച്ചതും. തുടർന്ന് 8 പേർ ചേർന്ന് വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് പുറപ്പെടുകയായിരുന്നു. അവിടെ നിന്നും പുലർച്ചെയോടെ മടങ്ങും വഴിയാണ് അപകടം സംഭവിച്ചത്. റുക്സാനയായിരുന്നു വാഹനം ഓടിച്ചിരുന്നത്. അപകടം നടന്ന സ്ഥലത്ത് വെച്ച് തന്നെ തൽക്ഷണം മക്കൾ 3 പേർ മരിച്ചിരുന്നു. ആശുപത്രിയിൽ വെച്ചാണ് ഒരാളുടെ മരണം സംഭവിച്ചത്. പിഞ്ചു മക്കളുടെ ചേതനയേറ്റ ശരീരം ഖബറിലേക്ക് എടുക്കുമ്പോൾ തളർന്നിരുന്ന ലത്തീഫിനെ ആശ്വസിപ്പിക്കാനാകാതെ ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം വിങ്ങിപ്പൊട്ടുകയായിരുന്നു. ലിവ ഫെസ്റ്റിവൽ കണ്ട് മടങ്ങുന്നതിനിടെയാണ് ഞായറാഴ്ച പുലർച്ചെ ഈ ദാരുണമായ സംഭവമുണ്ടായത്. നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിലിടിച്ച് മറയുകയായിരുന്നു. 3 കുട്ടികളും ഇവരുടെ വീട്ടുജോലിക്കാരി ബുഷ്രയും അപകടം നടന്ന ദിവസം തന്നെ സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 8 വയസ്സുകാരൻ അസാം കൂടി തിങ്കളാഴ്ച രാത്രി മരണത്തിന് കീഴടങ്ങിയതോടെയാണ് ഒരു കുടുംബത്തിലെ 4 ആൺതരികളും ഇല്ലാതായത്. ബുഷ്രയുടെ മൃതദേഹം ഇന്നലെ രാവിലെ നാട്ടിലെത്തിച്ച് സംസ്കരിച്ചിരുന്നു. റുക്സാനയും ഏക സഹോദരി ഇസയും അബുദാബി ഷെയ്ഖ് ഷഖ്ബൂത്ത് മെഡിക്കൽ സിറ്റിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അബ്ദുൽ ലത്തീഫിന്റെയും ഇസയുടെയും ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ റുക്സാനയുടെയും നില മെച്ചപ്പെട്ടുവെങ്കിലും റുക്സാന ഇതുവരെ ആരോടും സംസാരിച്ചിട്ടില്ല. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.